ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കക്കറോട്ടി, കുഞ്ഞിപ്പത്തിൽ, അണപ്പത്തിൽ അങ്ങനെ പല പേരിലറിയപ്പെടുന്ന ഈ ഒരു സാധനം നമ്മൾ കണ്ണൂർക്കാർക്കില്ലേ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം കേട്ടാ. പണ്ട് മുതലേ കഴിച്ചിട്ട് പല വെറൈറ്റിയിൽ പല ടേസ്റ്റിൽ ഇത് കഴിച്ചിട്ടുണ്ട്. പല ആൾക്കാരും പല ടൈപ്പിലാക്കുക. പക്ഷെ ഞാൻ കഴിച്ചതിൽ ഏറ്റവും അടിപൊളി വേർഷനായിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേട്ടാ. നമുക്ക് റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു മാവ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ ഒരു വലിയ ഉള്ളിൻ്റെ പകുതി പീസ് അല്ലെങ്കിൽ ചെറിയൊരു ഉള്ളി, പിന്നെ 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതെല്ലാം ഒരു മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിൽ അരച്ചിട്ടെടുക്കാം. പിന്നെ നമുക്കിതിന് വേണ്ടത് നമ്മൾ കണ്ണൂരൊക്കെ ഒറോട്ടിയൊക്കെ ആക്കുന്ന പൊടിയില്ലേ, പച്ചവെള്ളത്തിൽ കുഴക്കാൻ പറ്റുന്നത്. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അജ്മിൻ്റെയും നന്മൻ്റെ, ഞാൻ ഇപ്പോൾ ഇവിടെ നന്മ ബ്രാൻഡ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പുറത്ത് പറഞ്ഞിട്ടുണ്ടാവും പച്ചവെള്ളത്തിൽ കുഴക്കാൻ പറ്റുന്ന അരിപ്പൊടിയും. അങ്ങനത്തെ അരിപ്പൊടി വേണം ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു 3 കപ്പ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അരി പൊതിർത്തിയിട്ടും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഞാനിതൊരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് നമുക്ക് അരിയൊന്നും പൊതിർത്താത്ത സമയത്ത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരുന്നു കേട്ടോ. സാധാ അരിപ്പൊടി വെച്ചിട്ട് പിന്നെ നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ മിക്സ്ചർ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ്, പിന്നെ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുക കേട്ടോ. കുറച്ചൊരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിതിന് ഭയങ്കര ഒരു ഫ്ലേവർ കിട്ടും. നമ്മൾ പ്ലെയിനായിട്ട് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. കുറേ സ്ഥലത്തൊക്കെ ഞാൻ കഴിക്കുമ്പോൾ ഇതിലൊന്നും ഇടാണ്ട് ജസ്റ്റ് അരിപ്പൊടിയിൽ വെള്ളം ഒഴിച്ച് കുഴച്ചിട്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷേ അന്നേരം ആ ഒരു മാവിന് അത്ര ഫ്ലേവർ ഉണ്ടാവില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മാവ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് തന്നെ ഒരു ഡംപ്ലിങ്സ് പോലെ ഉണ്ടാക്കും. അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് കയ്യിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി കൊടുക്കാം. സിമ്പിളാണ്. ഒരു ചെറിയൊരു പോർഷൻ മാവ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് അതിൻ്റെ ഗ്രേവി ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ നിങ്ങൾ ആക്കുമ്പോൾ ഇങ്ങനെ തന്നെ ആക്കുക. കുറേ ആൾക്കാരാക്കുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ഇത് പിന്നെ ഈ ഒരു സൈസ് കൊണ്ടാന്ന് തോന്നുന്നു ഇതിന് അണപ്പത്തിൽ, കുഞ്ഞിപ്പത്തിൽ എന്നൊക്കെ പേര് വരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ പിന്നെയും കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്കിത് മൊത്തം ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ മൊത്തമായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 25 മിനിറ്റ്സ് സ്റ്റീം ചെയ്തിട്ട് എടുത്തിട്ട് വരാം. ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കാം. ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളി, ഒരു തക്കാളി, ഒരു 5 പച്ചമുളക്, കുറച്ചൊരു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതെല്ലാം കൂടി എടുക്കാം. പിന്നെ ഒരു ബീഫ്, ഒരു 1/2 kg ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് വളരെ ചെറിയതായിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി. ചെറിയ പീസ് ഇതിൽ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. കാരണം നമുക്ക് ആ മാവും ബീഫിൻ്റെ പീസും ഒരേ സെയിം സൈസ് പോലെ വേണം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിൽ കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി. എൻ്റെ ഈ മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. നിങ്ങൾ നല്ല എരിവുള്ളതാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. പിന്നെ 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ നിറയെ മീറ്റ് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈവച്ച് കൊണ്ട് തന്നെ നന്നായിട്ട് മീറ്റിലേക്ക് ഈ മസാലയും വെജിറ്റബിൾസും എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ടൈം ഉണ്ടെങ്കിൽ ഒരു 1/2 hour ഇതിങ്ങനെ മാറ്റി വെക്കുക. അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് അപ്പം തന്നെ തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇതൊരു 1/2 hour അവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇല്ലേ, നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഡയറക്റ്റ് കുക്കറിൽ ചെയ്താൽ മതി കേട്ടോ. കുക്കറിലേക്ക് ബീഫും മസാലയും വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ മാറ്റി വെച്ചിട്ട്, ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ മാറ്റി വെച്ചിട്ട് വിസിലടുപ്പിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ടത്. അതിനുശേഷം ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒരു 9 വിസിൽ വരെ എടുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയമാകുമ്പോഴേക്കും നമ്മളെ മാവ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമ്മളിത് ഓപ്പൺ ആക്കിയപ്പോൾ ചെറിയൊരു വേവാത്ത പോലെ ഉണ്ടാവും. പക്ഷേ ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കിയിട്ട് കുറച്ച് ചൂടാറുമ്പോൾ അത് ഹാർഡായിട്ട് വരും. ഇനി നമുക്ക് ഗ്രേവിയിലേക്ക് ഒരു അരപ്പുണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ
പെരുംജീരകം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിങ്ങനെ വറുത്തെടുക്കണം. നമ്മൾ വറുത്തരച്ചിട്ട് ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറേ ടൈപ്പ്, പല ആൾക്കാരും പല ടൈപ്പിൽ ഇത് ഉണ്ടാക്കും. പക്ഷെ ഞാൻ കുറേ ടൈപ്പിൽ കഴിച്ചിട്ടുമുണ്ട്. പണ്ട് സ്കൂൾ പഠിക്കുന്ന മുതൽ തന്നെ ഓരോ ആൾക്കാർ കൊണ്ടുവരുമ്പോൾ ഇതിന് ഓരോരോ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ആട്ടോ ഇത് ഭയങ്കര ടേസ്റ്റ് ആയത്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണം. പിന്നെ നമ്മൾ തേങ്ങ കുറച്ച് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ തന്നെ ധാരാളമാകും. കാരണം ഇത് ഞാൻ നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അത്ര സ്പൈസിനെസ് വേണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത പോലെ തന്നെ എല്ലാ പൊടി ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നിറയെ ബീഫ് മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിട്ട് കൊടുക്കുമ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ബിഗിനേഴ്സിനൊക്കെ അത് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ ഒരു 1-2 മിനിറ്റ് അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് അത് ചൂടാറുന്ന വരെ മാറ്റി വെച്ചെടുക്കാം. ഇപ്പം ഞാൻ ആ കുക്കറിൽ വേവിച്ചെടുത്ത ബീഫ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസായതുകൊണ്ട് നല്ലോണം വെന്തിട്ടുണ്ടാവും. പിന്നെ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ നല്ല അടിപൊളിയായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ആ പേസ്റ്റും കൂടി നമുക്ക് ഈ ബീഫിൻ്റെ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. ഈ ഒരു ബീഫിലെ നമുക്ക് മറ്റുള്ള എന്തിൻ്റെ ഒരു നല്ല ടേസ്റ്റാണ്. പൊറോട്ട, ചപ്പാത്തി, ചോറ് എന്തിൻ്റെ ഒരു അടിപൊളി ടേസ്റ്റാട്ടാ. നിങ്ങളിങ്ങനെ ബീഫിൻ്റെ ഗ്രേവി ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ആക്കി നോക്കണേ. ഞാൻ എന്നിട്ട് കുറച്ച് വെള്ളം ആ തേങ്ങ അരച്ച ചാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് വേണ്ടത്. നമ്മൾ സാധാ കറിയിലാക്കുന്ന പോലെ ലൂസിലല്ല, കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് എടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇതൊന്നും കൂടി തേങ്ങ അരച്ചതിൽ ഒഴിച്ചതുകൊണ്ട് നമ്മൾ ഒന്ന് തിളപ്പിക്കുമ്പോൾ പിന്നെയും കുറച്ച് ടൈറ്റായിട്ട് വരും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കണം. ഞാനത് കുറച്ച് നല്ലോണം തിക്കായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു 1/4 കപ്പ് വെള്ളം മാത്രം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നിങ്ങളതിൻ്റെ ഉപ്പും മുളകും എല്ലാം നോക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമ്മളിത് അവസാനത്തെ സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കേട്ടോ. ഇത് മസ്റ്റായിട്ട് ചെയ്യണം. നമ്മളൊരു വലിയൊരു പോട്ട് വെച്ചിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ നിറയെ ഗീ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടിട്ട് ആ ഒരു ഗീയിൽ ഇത് മൂപ്പിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കക്കറോട്ടിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇത് എൻ്റെ വീട്ടിൽ നിന്നൊന്നും ആദ്യം ചെയ്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അപ്പം ഞാനിത് വേറെ എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ പറഞ്ഞിട്ട് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കക്കറോട്ടിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യേണ്ട. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ചെറുതായിട്ട് ഒന്ന് കരിൻ്റെ വേപ്പിലായിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബീഫിൻ്റെ ഗ്രേവിയില്ലേ, അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ആ ഒരു ഗീയും ചെറിയുള്ളിയും കറിവേപ്പിലെല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് വേറെ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ഈ ഒരു ഗ്രേവിയിലേക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് ആ മാവില്ല വേവിച്ചെടുത്ത മാവും കൂടി ഇട്ട് കൊടുത്തിട്ട് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ നമ്മൾ കക്കറോട്ടി റെഡിയായി കേട്ടോ. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ അടിപൊളി കക്കറോട്ടി റെഡിയായി. ഈ കക്കറോട്ടി നമ്മൾ ആക്കിയപ്പാട് കഴിക്കുന്നതിനേക്കാളും നല്ലത് ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു മാവിലേക്ക് നമ്മൾ ഈ ഗ്രേവി നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്തെടുക്കും. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ചെറുതിലേ ഇഷ്ടമുള്ളൊരു ഡിഷായിട്ട്. ഇത് നമ്മളെ കണ്ണൂർ നമ്മൾ തക്കാരങ്ങൾക്കും എല്ലാ ഗസ്റ്റുകളിലും വരുമ്പോൾ ഒക്കെ ആക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതുവരെ ഇതാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ആക്കി നോക്കണേ. ആക്കി നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടേനോ, നമ്മളെ കണ്ണൂർ ഡിഷ് എങ്ങനെയാണെന്നൊക്കെ എല്ലാവരും ഒന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യും. ഇനി നമുക്ക് സംഭവം ഒന്നുമില്ല, ഇതിന് അടിപൊളിയായിട്ട് ഇത് കഴിക്കുക. ഒരു പീസ് ബീഫും ഒരു പീസ് കക്കറോട്ടിൻ്റെ ആ ഒരു മാവൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ എൻ്റെ സാറി ഇതൊരു വേറെ ലെവലാണ്. അപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡാണ് ടേസ്റ്റ് ചെയ്യുന്നത്. ഒരു പീസ് ഡംപ്ലിങ്സ് എടുക്കുക, പിന്നെ ആ ഒരു ബീഫിൻ്റെ പീസും കൂടി എടുത്തിട്ട് കഴിച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. ഇതുപോലത്തെ അടിപൊളി റെസിപ്പീസിനായിട്ട് ഇനിയും ചാനൽ ഒന്ന് കണ്ടു നോക്കണേ. താങ്ക് യു.